ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഈ വീഡിയോ ഞാൻ ഗോവയിൽ പോയപ്പോൾ എടുത്തതാണ്. കുറച്ച് ലേറ്റായിട്ടാണ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നല്ല, മെയിൻ കാരണം എനിക്ക് മടിയായിരുന്നു. പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായേ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂമെന്ന് പറയണത്. ഞാനാണെങ്കിൽ ഒരു 7:30 ആയപ്പോൾ എഴുന്നേറ്റു കേട്ടോ. പിന്നെ വേഗം പോയത് ബാൽക്കണിയിലേക്കാണ്. രാവിലത്തെ ബാൽക്കണി വ്യൂ എന്ന് വെച്ചാൽ അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ താഴെയാണെങ്കിൽ കുറേ കടകളൊക്കെ ഉണ്ട്. പക്ഷേ നൈറ്റ് ആകുമ്പോൾ ഉണ്ടല്ലോ ഫുള്ള് പാട്ട്, ബഹളം, ക്രൗഡ്, ലൈറ്റ്, അങ്ങനെ ഒരു അടിപൊളി വ്യൂ തന്നെയാണ് കേട്ടോ. കുറച്ച് നേരം അവിടെ നിന്ന് ആസ്വദിച്ചിട്ട് ഞാൻ വേഗം പോയി കുളിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഗോവയിലിടുന്ന ഫസ്റ്റത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയണത്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതെൻ്റെ കുഞ്ഞാൻ്റിയാണ് കേട്ടോ. ഹായ് പറ. ഹായ്. ടൈം 10:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ സ്ഥലത്താണ് പോണത്. ഈ ഹോട്ടലിൽ ഫുഡില്ല. അപ്പോൾ കുറച്ച് നടന്നാലാണ് നമുക്ക് ഫുഡ് കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോകണേണ്. ബാക്കി ആൾക്കാരൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി റെഡി ആയിട്ട് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ചേട്ടൻ. അപ്പം ഞാൻ രാവിലെ തന്നെ കഴിക്കണത് ദോശയാണ്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് തന്നെ കേട്ടോ കഴിക്കാൻ തന്നത്. ഞാൻ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ ഭയങ്കര സ്ലോ ആണ്. അങ്ങനെ എല്ലാവരുടെയും കഴിച്ച് കഴിഞ്ഞപ്പോൾ കേട്ടോ എൻ്റെ ലാസ്റ്റ് ഏറ്റവും കഴിച്ച്. ഗോവയിൽ ഞങ്ങൾ വന്നത് തന്നെ പാക്കേജ് എടുത്തിട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഗൈഡ് തന്നെയാണ് നമ്മളെ ഫുള്ളും ചുറ്റി കാട്ടണത്. കറക്റ്റ് ഒരു 11 മണിയായപ്പോഴേക്കും വണ്ടി വന്നേ. ഇന്നെന്തോ 4 സ്പോട്ട് ഞങ്ങൾക്ക് കവർ ചെയ്യാനുണ്ട്. അങ്ങനെ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയണത് ചാപ്പോറ ഫോർട്ടാണ്. ഇതിൻ്റെ മുകളിൽ കയറാനായിട്ടാണെങ്കിൽ എല്ലാവർക്കും മടിയിട്ടാ. അങ്ങനെ ആൻറ്റിമാർ വന്നില്ലെന്ന് പറഞ്ഞ് അവരെ ഞങ്ങൾ താഴെ നിർത്തിയിട്ട് ഞാനും ചേട്ടന്മാരും കൂടിയാണ് കേട്ടോ കയറിയത്. എനിക്കും ചെറിയ മടിയൊക്കെ ഉണ്ടായിരുന്നു കയറാൻ വേണ്ടിയിട്ട്. ഒന്നാമത് നല്ല വെയിലും അതേപോലെ തന്നെ ഭയങ്കര മടിയുമായിരുന്നേ. പക്ഷെ കയറിയില്ലെങ്കിൽ ഇത് ശരിക്കും എൻ്റെ നഷ്ടമായി പോയേനെ. നമ്മുടെ ആനന്ദം സിനിമയും പിന്നെ വേറെ ഏതോ ഹിന്ദി പടമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലേസാണ് കേട്ടോ. നല്ല രസമാണ്. 2 സൈഡിലും ബീച്ച്, കുറേ കുന്നുകൾ, ശരിക്കും പറഞ്ഞാൽ ഒരു അടിപൊളി ഇത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോവേണ്ട. ഇവിടെയാണെങ്കിൽ എല്ലാത്തിനും നല്ല എക്സ്പെൻസാണ്. അങ്ങനെ വെയിൽ സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു ഷോപ്പിൽ കയറിയിട്ട് ഞങ്ങൾ തൊപ്പിയൊക്കെ വാങ്ങിച്ചു കൂട്ടാ. വിലപേശാൻ അറിയാവുന്നവരാണെങ്കിൽ അവർ ചെറിയ എമൗണ്ടൊക്കെ കുറച്ച് തരേ. എനിക്കാണെങ്കിൽ തൊപ്പി വെച്ചിട്ട് എനിക്ക് എന്നെ തന്നെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ വെയിലല്ലേ എന്താ ചെയ്യുക, അങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് ബീച്ചിലൊന്നും ഇറങ്ങിയില്ല കേട്ടോ. കുറച്ച് നേരം കാലൊക്കെ നനച്ച് അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 3ാമത്തെ സ്പോട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ വെച്ചാണ് ഗൈസ് എല്ലാം അങ്ങോട്ട് തകിടം മറിഞ്ഞ് പോയി. എനിക്കാണെങ്കിൽ ഭയങ്കര മൂഡ് ഓഫ്. എന്താണെന്ന് പറഞ്ഞോളൂ, എൻ്റെ മൂഡൊക്കെ മാറി. വിഷമോ ദേഷ്യമോ എന്തൊക്കെ ഒരു മൂഡൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ബീച്ചിലൊന്നും ഇറങ്ങാണ്ട് ഞാൻ അവിടെ ഒരു കൊച്ചിൻ്റെ ഒപ്പം വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്നത് 4 മണിക്കായിരുന്നേ. അപ്പോൾ എല്ലാവരും വെറൈറ്റി ഡിഷൊക്കെയാണ് പറഞ്ഞത്. ഞാനാണെങ്കിൽ മറ്റേ പ്രോൺസ് നൂഡിൽസും അതുപോലെ തന്നെ ചിക്കൻ 65 ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ലാസ്റ്റത്തെ ബീച്ചിൽ പോകണേണ്. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഗോവയിലെ ബാഗ ബീച്ചായിരുന്നേ. നമ്മുടെ ഈ ബീച്ചിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവിടെയാണെങ്കിൽ തിരയും ആഴവും എല്ലാം കുറവാണ് കേട്ടോ. അപ്പം നമുക്ക് സേഫായിട്ട് ഇറങ്ങാനൊക്കെ പറ്റും. കണ്ടില്ല എന്തോരം പേരാന്ന് പറയുമ്പോൾ ലോങ്ങൊക്കെ പോയി നിൽക്കണത്. ഇത് നമുക്ക് നടന്ന് വരെയും പോകാൻ പറ്റും. എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ എന്തോരം ദൂരമൊക്കെയാണ് നിൽക്കണതെന്ന് തന്നെ. അടിപൊളി രസമുണ്ടോ. പിന്നെ എൻ്റെ മൈൻഡ് ശരിയാത്തത് കൊണ്ടാണ് എൻ്റെ മുഖമൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കണത്. പിന്നെ എനിക്ക് ഇവിടെ വെച്ചും വേറെ ഒരു കൊച്ചിനെ കിട്ടിയിട്ടോ. ഇവളുടെ പേര് ലഡ്ഡു എന്നാണ്. ഇവരെന്തോ ജയ്പൂരിൽ നിന്ന് വന്നവരാണ് കേട്ടോ നമ്മുടെ ഗോവക്ക്. അങ്ങനെ കുറേ നേരം ഞാൻ ഈ കൊച്ചുങ്ങളായിട്ട് കളിച്ചു കേട്ടോ. ഇങ്ങനെ മണ്ണൊക്കെ വരെയൊക്കെ കളിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണെങ്കിൽ ആ കൊച്ചും പോയി. അങ്ങനെ ഒരു 6:30 ആയപ്പോഴാണെങ്കിൽ ബീച്ച് ഫുള്ള് ക്ലോസ് ആക്കി. പോലീസുകാരൊക്കെ വന്ന് എല്ലാവരെയും കയറ്റിപ്പിച്ചു കേട്ടോ. പിന്നെ നൈറ്റാണല്ലോ ഗോവയുടെ ഒരു ഇത്. അങ്ങനെ ഒരു 7 മണി 7:30 ആയപ്പോഴാണെങ്കിൽ എല്ലാം ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സൈഡിലായിട്ടാണെങ്കിൽ മസാജിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരാണെങ്കിലും ഫുള്ള് ഡാൻസ് ആയിരുന്നു. ബീച്ചിൽ കിടന്നും അതിൻ്റെ ഉള്ളിൽ കിടന്നൊക്കെ ഫുള്ള് ഡാൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ ലൈറ്റിൻ്റെ കാര്യം പറയാനാണെങ്കിലോ അടിപൊളി. പിന്നെ ഇവിടെ പബ്ബും അതേപോലെ തന്നെ ബാറും ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഞാനൊരു സൈഡിൽ മാറി നിന്ന് ഇതൊക്കെ കാണുന്നു കേട്ടോ. എനിക്ക് കളിക്കണമെന്നുണ്ട്, പക്ഷെ എനിക്കാണെങ്കിൽ ഭയങ്കര മൂഡ് സ്വിങ്സ് ആണ് കേട്ടോ. പിന്നെ കുറച്ച് ഞാൻ കണ്ട് ഈ പാട്ടൊക്കെ തുള്ളിയപ്പോൾ എനിക്ക് കളിക്കാനൊക്കെ തോന്നി. അങ്ങനെ എന്ത് ചെയ്യുക, എൻ്റെ ചേട്ടൻ കയറി ഡാൻസ് കളിച്ചു കേട്ടോ. ചേട്ടനെ പറ്റി പറയാനുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഡാൻസറാണ്. അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടും. എല്ലാ കഴിവും എൻ്റെ ചേട്ടനുണ്ട് കേട്ടോ. പിന്നെ ചേട്ടന്
ചേട്ടനും ആൻറ്റിയും കളിക്കാൻ കയറിയപ്പോഴാണെങ്കിൽ എൻ്റെ കൺട്രോളും പോയി. അങ്ങനെ ലാസ്റ്റ് ഞാനും കയറി കളിച്ച്. ഞങ്ങളാണ് ആദ്യം അവിടെ നിന്ന് ഒരു ബീറും മേടിച്ച് ഡാൻസ് കളിച്ച് തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ കാരണമാണെങ്കിൽ അവിടെ ഫുള്ള് കസ്റ്റമേഴ്സൊക്കെ വന്നു കേട്ടോ. പിന്നെ പാട്ട് കൊടുക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, കോപ്പിറൈറ്റ് കിട്ടും അതുകൊണ്ട് തന്നെ ആയിരുന്നേ. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോവേണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.